ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അമ്പലവയലിലെ ഫാൻറ്റം റോക്കിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ റോക്കിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കുറച്ച് ടാസ്ക് ആട്ടോ അതിലൂടെ ഇങ്ങനെ ഇറങ്ങി ചെല്ലാൻ. ഈ ഒരു വീഡിയോയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര എഫക്റ്റീവായിട്ട് തോന്നില്ല, പക്ഷെ നേരിട്ട് വരുമ്പോഴാണ് കാണുമ്പോഴാണ് അറിയുള്ളത്. ഇതൊരു വെറൈറ്റി ടൈപ്പ് ചെടിയാട്ടോ. ഇവിടെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ, വേറെ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല. നല്ല ഭംഗിയുണ്ട് ഈ കൂട്ടത്തോടെ ഇങ്ങനെ കാണുമ്പോൾ. മറ്റേ മഞ്ഞ കളറുള്ളത് നമ്മൾ മുന്നേയൊക്കെ ഇവിടെ എല്ലായിടത്തും കാണുന്നതാണ്, പക്ഷേ ഈ ഒരു സാധനം ഇവിടെയാണ് കാണുന്നത്. അങ്ങനെ ഏകദേശം നമ്മളത് അതിൻ്റെ അടുത്താണുള്ളത്. അടിപൊളി വ്യൂ കേട്ടോ ഇവിടുന്ന്. ഇവിടെ ഒരു നിന്ന് കഴിഞ്ഞാൽ തന്നെ 360 ഡിഗ്രിയിൽ നമുക്ക് എല്ലാ കാഴ്ചകളും കാണാം. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കോറയുണ്ട്. ആ കോറയിൻ്റെ അവിടെ ഉള്ള ഒരു ഏരിയയും വ്യൂ നല്ലൊരു വ്യൂ തന്നെ കേട്ടോ. പിന്നെ കുറേ ആളുകളൊക്കെ അതിൻ്റെ മുകളിലോട്ടൊക്കെ പോയിട്ടുണ്ട്. ഒരു കാർട്ടൂൺ കഥാപാത്രം ഫാൻറ്റം, അതിനെ അനുസ്മരിച്ചിട്ടുള്ളൊരു പേരാണ് ഇവിടെ ഫാൻറ്റം റോക്ക് എന്ന് വന്നിട്ടുള്ളത്. ഇത് ശരിക്കും പ്രകൃതിദത്തമായിട്ടുണ്ടായിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. ഇത് കാരണം ഉണ്ടോ ഇവിടെ നല്ല അപ്പുറത്തോട്ടുള്ള വ്യൂ നോക്കിക്കേ, നല്ല ഭംഗിയാട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ ആ പാറയുടെ മുകളിൽ വേറൊരു പാറ കയറ്റി വെച്ച പോലെയാണ് ഉള്ളത്. പക്ഷേ ഇത് നാച്ചുറലായിട്ട് ആണ് ഉണ്ടായിട്ടുള്ളത് ആ ഒരു ഇത് പറയുന്നത്. ഇനി പൊട്ടിപ്പോയതാണോ അല്ലെങ്കിൽ ഇനി പൊട്ടിച്ചെടുത്തതാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല പഴയ കാലഘട്ടത്തിലൊക്കെ. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഇതുണ്ടോ അഗാധമായ ഗർത്താട്ടോ. ഇവിടെയൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാത്ത ഭാഗങ്ങളിലേക്കൊക്കെ മാക്സിമം പോകാണ്ടിരിക്കുക. ഇവിടെ നിന്നുള്ളൊരു ബ്യൂട്ടി വേറെ ലെവൽ തന്നെ കേട്ടോ. കാരണം അങ്ങോട്ടൊക്കെ കാണുമ്പോൾ പിന്നെ ഇന്ന് കാലാവസ്ഥ നല്ലൊരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് അധികം വെയിലും കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു വിഷ്വൽ തന്നെയാണ് നമ്മളൊക്കെ കിട്ടിയിട്ടുള്ളത്. അമ്പലവയലിൽ നിന്ന് കൽപ്പറ്റയിലേക്കും ബത്തേരിയിലേക്കൊക്കെ വേഗത്തിൽ, മേപ്പാടിയിലേക്കൊക്കെ വേഗത്തിൽ അക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഇവിടെ. ഈ ഏരിയയിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടെ തന്നെയാണ് മറ്റേ ചീങ്ങേരി മലയും ഉള്ളത് കേട്ടോ. ചീങ്ങേരി മല ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാം ഈ കുറഞ്ഞ ഡിസ്റ്റൻസിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 5-6 ഏരിയകൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും നമ്മൾ വന്നു പോകുന്ന ആളുകൾക്ക്. പ്രത്യേകിച്ചും ദൂരെ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ നല്ലൊരു വൈബായിരിക്കും ഇവിടെ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്നൊക്കെ ലോങ് വ്യൂ നോക്കിക്കേ, നല്ല ഭംഗിയാട്ടോ കാണാനൊക്കെ. പിന്നെ മെയിൻലി ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു പാർക്കിംഗ് ഫീ ഉണ്ട്. ബൈക്കാർക്ക് 20 രൂപയാണ്, കാറുകാർക്ക് 40 രൂപ. പിന്നെ ഇവിടെ അധികം റെസ്ട്രിക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു ഫ്രണ്ടിൽ മാത്രം, ഏറ്റവും ഫ്രണ്ടിൽ മാത്രം ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒരു ടിക്കറ്റ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് കയറുന്നത്. അല്ലാണ്ട് വേറെയുള്ള ആളുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ റിസ്ക് എടുത്തിട്ട് വേണം. ഇതിപ്പോൾ നമ്മൾ ആ കാട്ടിൻ്റെ ഉള്ളിലോ കണ്ട കാഴ്ചയാണിത് ശരിക്കും. നമ്മൾ പിന്നെ എന്താ വെച്ചാൽ അവരുടെ പ്രൈവസീനെ നമ്മൾ മാനിച്ചിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. കാരണം കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ മാക്സിമം പോകാണ്ടിരിക്കുക. കപ്പിൾസ് ഉണ്ടാകാം, ലവേഴ്സ് ഉണ്ടാവും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുലികളോ കടുവയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വയനാട്ടിലുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്ന ഏരിയ ആണെങ്കിൽ നമ്മൾ അറിയാണ്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ പെട്ടുപോകും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മുതിരരുതാരും. കാരണം ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ കേട്ടോ, അടിപൊളി വ്യൂ ആണ്, അടിപൊളി വ്യൂ. ഇവിടെ ആകെ വെച്ചിട്ടുള്ളത് ആ കോറയുടെ സൈഡിലായിട്ടുള്ള ഒരു കമ്പി വെച്ചിട്ടുള്ള ഒരു ഗ്രില്ല് കെട്ടിയിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അത് അത്ര സേഫ്റ്റി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ വരുന്ന ആളുകളാണ്, ഇപ്പോൾ ഈ കണ്ടോ വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, വരുന്ന ആളുകളാണ് ഇതൊക്കെ നോക്കി ചെല്ലേണ്ടത്. കാരണം ഇതിനൊന്നും അത്ര ഉറപ്പുണ്ടാവില്ല. അങ്ങോട്ട് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ലൊരു ഗർത്തം തന്നെയാണത്. പിന്നെ കൂറ്റം പാറകളൊക്കെയാണ് ഉള്ളത്. നമ്മളൊന്ന് ജസ്റ്റ് അതിലൂടെ നടന്നു കഴിഞ്ഞാൽ തന്നെ സ്ലിപ്പാകാൻ പറ്റുന്ന വിധത്തിലാണ് ഉള്ളത്. അപ്പം മാക്സിമം നമ്മൾ ഒരുവിധം വീഡിയോകളിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, റിസ്ക് എടുത്ത് ഓരോ കാര്യങ്ങളും ചെയ്യരുത് നമ്മൾ അറിയാത്ത ഏരിയകളിലൊക്കെ പോകുമ്പോൾ എന്ന് പ്രത്യേകം പറയലുണ്ട്. അവിടെ നിന്നുള്ള ലോങ് വിഷ്വൽ നോക്കിയേ. ഇവിടെ നിന്ന് ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള, അതായത് ഈ ഒരു കോറി കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫാൻറ്റം റോക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആ കോറീൻ്റെ അവിടെയും പോയിട്ടുള്ള ഒരു നല്ലൊരു വ്യൂ കിട്ടും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് പിന്നെ അധികം നമുക്ക് അധികം ദൂരമില്ല. കാരണം റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റുക. നേരെ നമുക്ക് വണ്ടി കൊണ്ടുപോയി പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട് തന്നെ നമുക്ക് ആ സ്പോട്ടിലെത്താൻ പറ്റും. ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം പാർക്കിംഗ് ഏരിയൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫാൻറ്റം റോക്ക് ഉള്ളത്. ഇത് ശരിക്കും ലോകപ്രശസ്തമാണത്. പല ആളുകളും ഇവിടെ വന്നിട്ട് ഡോക്യുമെൻ്ററി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകാറുണ്ട്. പിന്നെ ഇവിടുത്തെ കോറികളൊക്കെ ഇപ്പം ഇല്ല ശരിക്കും. അമ്പലവയലിൽ ഇപ്പോൾ കോറികളില്ല. എടക്കൽ കേവ്സിനൊക്കെ ഒരു പ്രോബ്ലം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്
കോറികളൊക്കെ നിർത്തിയിട്ടുണ്ട്. ചീങ്ങേരി മലയുടെ ഒരു സൈഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെയൊക്കെ ഫുള്ള് ഈ മറ്റേ പാറകളും വലിയ വലിയ മലകളായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയനെ, അമ്പലയിൽ ബത്തേരി ഒക്കെ ആയിട്ടുള്ള മേപ്പാടി ഭാഗത്തൊക്കെ. കാരണം ഇത് നിങ്ങൾക്ക് വിഷ്വലി കാണുമ്പോൾ അത്ര ഒരു എഫക്റ്റീവ് തോന്നില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ആഴവും അതിൻ്റെ റിസ്ക് ഫാക്ടർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. ചെങ്കുത്തായ പാതകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്.